എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് വീട്ടിൽ പല സ്ഥലങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുമിച്ച് ഇഷ്ടമുള്ളൊരു സ്ഥലം നമ്മുടെ ബെഡ്റൂം ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ബെഡ്റൂം ഒന്ന് നീറ്റ് ആക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരട്ടെ. ആദ്യം തന്നെ റൂമിൻ്റെ ജനലുകളും കർട്ടൻസും ഒക്കെ ഞാനൊന്ന് തുറന്നു വെക്കും. എന്ന് വെച്ചാൽ ആ ഒരു കാറ്റും വെളിച്ചവും ഒക്കെ ഒന്ന് കയറി ഇറങ്ങുമ്പോൾ തന്നെ റൂമിന് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും എപ്പോഴും റൂമിൻ്റെ ജനലും വാതിലും ഒക്കെ രാവിലെ സമയങ്ങളിൽ കൂടുതലും തുറന്നു വെക്കാനായിട്ട് നോക്കണേ. ഈ അടച്ചുമൂടി കിടന്നാലുണ്ടല്ലോ നമ്മുടെ മനസ്സും നമ്മുടെ മൈൻഡും എല്ലാം അതുപോലെ അടഞ്ഞു മൂടിപ്പോവും. എപ്പോഴും തുറന്ന് വിശാലമായിട്ട് തുറന്നിട്ടേക്കാം. അപ്പോൾ അവിടെ കൂടി സന്തോഷവും സമാധാനവും കയറി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ബെഡ്ഷീറ്റ് കുറച്ച് ദിവസമായതൊക്കെ ആണെങ്കിൽ ഒരു 2-3 ദിവസത്തിൽ കൂടുതലായതാണെങ്കിൽ അത് മാറ്റും. അല്ലെങ്കിൽ അത് തന്നെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസം കൂടുതലായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, വേഗം അഴുക്കാകും. അതുകൊണ്ട് ഞാൻ എന്താ അടുത്ത ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ച് ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ് കേട്ടോ. തലേണയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ട് അപ്പം തന്നെ നമ്മുടെ റൂമിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. ഈ ബെഡ്ഷീറ്റ് എപ്പോഴും വിരിച്ചൊക്കെ ഇടുക. കട്ടിലിൽ ആവശ്യമില്ലാതെ കുറേ തുണിയൊന്നും വലിച്ചു വാരിയിട്ടരുത്. ആ ഷീറ്റൊക്കെ ഒന്ന് നീറ്റായിട്ട്, അതും നല്ല അധികം ഭയങ്കര കളറിലുള്ള ബെഡ്ഷീറ്റ് ഒന്നും എടുക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് മോശമാകും. എന്നാലും ആ റൂമിനൊരു ഭംഗി വേണമെങ്കിൽ സോഫ്റ്റ് കളേഴ്സ് ഉപയോഗിക്കുമ്പോഴാട്ടോ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ആ ഒരു ബ്രൈറ്റ്നെസ്സും ഫീൽ ചെയ്യും നമുക്ക്. അതിനുശേഷം ഞാനിതാ ചെയ്യുന്ന ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണേ. ഓരോ സാധനങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ ഇരിക്കാനായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അവിടെയുള്ള പൊടികളൊക്കെ ഒന്ന് തൂത്ത് കളയാണേ. ഇപ്പൊ ഏകദേശം ഒന്ന് ഓർഗനൈസ്ഡ് ആയി അറേഞ്ച്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ചൂലെടുത്തിട്ട് ആ റൂം മൊത്തത്തിലൊന്ന് തൂത്തെടുത്തിട്ട് പിന്നെ തുടച്ചു മാറ്റാം. അപ്പം അത്രയും കഴിയുമ്പോഴത്തേക്കും തന്നെ വീട് നല്ല സൂപ്പർ ആവും കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റ് ആയിട്ടൊരു ചെറിയൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നല്ലൊരു മണമുള്ള എന്തെങ്കിലും ഒരു പെർഫ്യൂമോ എന്തെങ്കിലും ആ ബെഡ്ഷീറ്റിൽ ഒന്ന് വെറുതെ അടിച്ചിടും. അപ്പം നല്ല നമ്മൾ തലേദിവസം കിടന്ന ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ ആ ഒരു മണമൊക്കെ മാറിയിട്ട് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നമ്മുടെ റൂം എപ്പോഴും നീറ്റായിട്ടിരിക്കും. നമുക്ക് ആ റൂമിലേക്ക് വരുമ്പോൾ തന്നെ നല്ല സന്തോഷം ഫീൽ ചെയ്യും കേട്ടോ.